ഏറെ രസകരമായ ഒരു ചലച്ചിത്രം. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ചെറിയൊരു ഓട്ടോ വർക്ക്ഷോപ്പിൽ പകൽ മുഴുവൻ ജോലി ചെയ്യുന്ന ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവന്റെ പേര് ജോണി എന്നാണ്. ജോണി അവിടുത്തെ മെക്കാനിക് ആയിരുന്നു. ഒരു ദിവസം അവനേറെ ഭയപ്പെട്ടിരുന്ന ആ ഒരു വാർത്തയുമായി അവന്റെ കാമുകി ബെത്ത് അങ്ങോട്ടേക്ക് എത്തി. അവൾ അവനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തനിക്ക് ജീവിതത്തിൽ സുരക്ഷിതത്വം വേണം, ജോണിക്ക് പ്രതിബദ്ധതയുണ്ടാകണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്നാൽ ജോണിയാകട്ടെ എപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു ചെയ്തിരുന്നത്. അവൾ ഒരുപാട് വട്ടം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ജോണി അതിന് തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ജോണിക്ക് വിവാഹമെന്നാൽ വലിയ പേടിയായിരുന്നു. അച്ഛനില്ലാതെ വളർന്നിയവൻ തന്റെ അച്ഛൻ തങ്ങളെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു പോയതാണ് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. ആ ഭയം ജീവിതത്തിലുടനീളം അവനെ പിന്തുടരുകയും സ്വന്തമായൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് അവനെ പിന്നോട്ട് വലിക്കുകയും ചെയ്തു. ഒടുവിൽ കാത്തിരുന്ന് മടുത്ത ബെത്ത് തങ്ങളുടെ വേർപിരിയലിന് ജോണിയെ കുറ്റപ്പെടുത്തി. എങ്കിലും ഭാവിയൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടവനായി അവനെ കാണുന്നതുകൊണ്ടാണ് താൻ അവനെ വിട്ടുപോകുന്നതെന്ന് അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്കറിയാമായിരുന്നു. അവളെ സംബന്ധിച്ച് ഒരു മെക്കാനിക് ഒരിക്കലും സാമ്പത്തികമായി നിലനിൽപ്പുള്ള ഒരാളാവില്ല. ജോണി അവളുടെ തീരുമാനത്തെ അംഗീകരിച്ചു. അത് അവൾ പറഞ്ഞ കാര്യങ്ങളോട് അവൻ യോജിച്ചതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അവൾ അവളുടെ സന്തോഷം കണ്ടെത്തട്ടെ എന്നവൻ ചിന്തിച്ചതുകൊണ്ടായിരുന്നു. ബെത്ത് പോയതോടെ തന്റെ അമ്മയെ നോക്കുന്നതിലും സ്വന്തം ലളിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൻ തീരുമാനിച്ചു. അന്ന് രാത്രി ജോണി തന്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാറുള്ള ഒരു ബാറിലേക്ക് പോയി. ഹൃദയം തകർന്ന അവസ്ഥയിലും അവൻ സ്റ്റേജിൽ കയറി പാട്ടുപാടി തന്റെ സങ്കടങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരുന്നു. അവൻ പാടിക്കൊണ്ടിരിക്കെ ഒരു സ്ത്രീ ആ ബാറിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ശ്രദ്ധ ജോണിയിൽ പതിഞ്ഞു. പാട്ട് കഴിഞ്ഞയുടൻ അവൾ അവന്റെ അരികിലെത്തി സ്വയം പരിചയപ്പെടുത്തി. പ്രുഡൻസ് എന്നായിരുന്നു അവളുടെ പേര്. ഇംഗ്ലണ്ടിലെ ഗ്ലാസ്വിക് പ്രഭുവിന്റെ, അതായത് ഡ്യൂക്ക് ഓഫ് ഗ്ലാസ്വിക്കിന്റെ ഉപദേശകയായിട്ടാണ് പ്രുഡൻസ് ജോലി ചെയ്യുന്നത്. അവൾ ജോണിക്ക് ഒരു വിമാന ടിക്കറ്റ് നൽകി ഡ്യൂക്ക് ഓഫ് ഗ്ലാസ്വിക്കിനെ നേരിട്ട് പോയി കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജോണി ആ പ്രഭുവിന്റെ നിയമപരമായ മകനാണെന്ന് തെളിയിക്കുന്ന ഒരു പഴയ ജനന സർട്ടിഫിക്കറ്റ് പോലും അവൾ അവനെ കാണിച്ചു. അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് ജോണി ഞെട്ടിപ്പോയി. തന്റെ കയ്യിലേക്ക് കിട്ടിയ ആ ജനന സർട്ടിഫിക്കറ്റ്, ആ രേഖ ജോണി ഉടൻ അവൾക്ക് തിരികെ നൽകി. 30-ലധികം വർഷങ്ങളായി തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു കളഞ്ഞ ആ മനുഷ്യനെ കാണാൻ അവൻ തയ്യാറായില്ല. അവിടായിരുന്നു ജോണിയുടെ കഥ തുടങ്ങുന്നത്. രാജകുമാരനാവാൻ മടിച്ചവന്റെ കഥ. പിറ്റേന്ന് രാവിലെ ജോണി തന്റെ അമ്മയായ ഡായോട് യഥാർത്ഥ സത്യമറിയാനായി കാര്യങ്ങൾ ചോദിച്ചു. തന്റെ മകൻ ഒടുവിലെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ആ അമ്മ ഗ്ലാസ്വിക് പ്രഭുവായ വില്യമുമൊത്തുള്ള തന്റെ ഭൂതകാലത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ചെറുപ്പത്തിൽ വില്യമും താനും കണ്ടുമുട്ടിയതും പരസ്പരം പ്രണയിച്ചതും വില്യമിന്റെ കുടുംബം തങ്ങളുടെ കുടുംബത്തിന് സമ്മതിക്കാത്തതിനെ തുടർന്ന് ഒരുമിച്ച് ഒളിച്ചോടിയതുമെല്ലാം അവർ ജോണിയോട് പറഞ്ഞു. അവളോടൊപ്പം ജീവിക്കാൻ വേണ്ടി വില്യം തന്റെ സർവസ്വവും ഉപേക്ഷിക്കാൻ തയ്യാറായതായിരുന്നു. എന്നാൽ ഒടുവിൽ അവന്റെ സ്വാധീനമുള്ള കുടുംബത്തിന്റെ സമ്മർദ്ദം അവനെ തിരികെ വലിച്ചു. ഹൃദയം തകർന്ന ഡായ് തങ്ങളുടെ വിവാഹം വേണ്ടെന്ന് വെച്ചു. എന്നാൽ അതിന് തൊട്ടുപുറകെയാണ് താൻ ഗർഭിണിയാണെന്ന വിവരം അവൾ അറിഞ്ഞത്. കുഞ്ഞിനെക്കുറിച്ച് പറയാൻ അവൾ വില്യമുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കത്തുകൾ അയച്ചെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ല. അവൻ തന്നെ മറന്നുവെന്ന് കരുതി ഡായ് മകനെ ഒറ്റയ്ക്ക് വളർത്താൻ തീരുമാനിച്ചു. ഒക്കെ പറഞ്ഞു കഴിഞ്ഞതും ആ അമ്മ തന്റെ മകൻ ജോണിനോട് പറഞ്ഞു, നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിന്റെ അച്ഛനെ ഒന്ന് നേരിട്ട് കാണാനും അറിയാനും വേണ്ടി ഒന്ന് പോയി നോക്കൂ. ജോണി ആ സമയം തനിക്ക് ഉപദേശക തന്നിട്ട് പോയ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് അമ്മയെ കാണിച്ചു. അമ്മ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു. ഒടുവിൽ ജോണി ഗ്ലാസ്വിക് പ്രഭുവിന്റെ വസതിയായ ആ വലിയ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രുഡൻസ് അവനെ സ്വീകരണ മുറിയിൽ വെച്ച് സ്വീകരിക്കുകയും അവിടുത്തെ മുറികളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ സ്ഥലം വേഗത്തിൽ ചുറ്റിക്കാണിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ അവളവനെ പ്രഭുവിന്റെ പഠനമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. ഒപ്പം അവിടെയുള്ള യാതൊന്നിലും തുടരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവൾ പുറത്തേക്കിറങ്ങിയ നിമിഷം തന്നെ ജോണി അവിടെ ഇരുന്നൊരു പഴയ വാളെടുത്ത് അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി. അധികം വൈകാതെ വില്യം അങ്ങോട്ടേക്ക് വന്നു. താൻ ഗ്ലാസ്വിക് പ്രഭുവാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അവർ തമ്മിലുള്ള സാദൃശ്യം വളരെയധികം പ്രകടമായിരുന്നു. അവരുടെ പെരുമാറ്റ രീതികളിലും മുടിതലോടുന്ന രീതിയിൽ പോലും വളരെയധികം സാമ്യമുണ്ടായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് താൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്വന്തം അച്ഛനാണെന്ന് ജോണി തിരിച്ചറിഞ്ഞു. അതോടെ അവിടുത്തെ അന്തരീക്ഷമാകെ വലിഞ്ഞു മുറുകുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. പ്രുഡൻസ് ജോണിയെ ക്ഷണിച്ചത് പ്രഭുവിന്റെ അനന്തരാവകാശിയായിട്ടാണ് എന്ന കാര്യം അറിയാതെ ജോണി പണത്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നായിരുന്നു വില്യം കരുതിയത്. ആ കുറ്റപ്പെടുത്തൽ ജോണിയെ ആഴത്തിൽ വേദനിപ്പിച്ചു. തന്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി
മരണമായ അച്ഛനെ കാണാൻ മാത്രമാണ് താൻ ഇവിടെ വന്നതെന്ന് അവൻ വ്യക്തമാക്കി. വില്യമിന്റെ തണുപ്പൻ മനോഭാവവും പെട്ടെന്നുള്ള വിധിതീർപ്പുകളും ജോണിയെ നിരാശനും സങ്കടത്തിലുമാക്കി. ജോണി ഇറങ്ങിപ്പോകുന്നതിനു മുമ്പ് വില്യം ഡായെക്കുറിച്ച് ചോദിച്ചു. മകനെ ഒറ്റയ്ക്ക് വളർത്താൻ വേണ്ടി തന്റെ അമ്മ ഗായികയാകണമെന്ന സ്വപ്നം ഉപേക്ഷിച്ച കാര്യം ജോണി അയാളോട് പറഞ്ഞു. കടുത്ത ദേഷ്യത്തിൽ ജോണി അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. എന്നാൽ പ്രുഡൻസ് അവനെ തടഞ്ഞു. അവൻ ആരാണെന്നും ഒരു പ്രഭു കുടുംബത്തിലെ മകനാണെന്നും ഗ്ലാസ്വിക് പ്രഭു എന്ന പദവിക്ക് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അർഹൻ അവനാണെന്നും പ്രുഡൻസ് അവനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ തന്നോട് യാതൊരു ബന്ധവും അർഹിക്കാത്ത ഒരച്ഛന്റെ കൂടെ നിൽക്കാൻ ജോണി വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. താനെന്തായാലും അവിടെ താമസിക്കുന്നില്ലെന്നും ഏതെങ്കിലും എയർബിഎൻബിയിൽ താമസിക്കുമെന്നും ജോണി പറഞ്ഞു. പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഗരേജിൽ കിടക്കുന്ന ഒരു പഴയ കാർ ജോണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവനത് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അത് നിറയെ പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അവനതിൽ ഒരു കുറിപ്പെഴുതി വെച്ചു. ഇതൊന്ന് വൃത്തിയാക്കൂ എന്നായിരുന്നു ആ കുറിപ്പ്. തുടർന്ന് അവനടുത്തുള്ള ഒരു ബാറിലേക്ക് പോയി അവിടുത്തെ ഉടമസ്ഥന്റെ ഒരു പഴയ മ്യൂസിക് ബോക്സ് നന്നാക്കി കൊടുത്തു. വൈകാതെ പ്രുഡൻസ് വീണ്ടും അങ്ങോട്ടേക്ക് എത്തി. ഈ ഒരാഴ്ച മുഴുവൻ കൊട്ടാരത്തിൽ താമസിക്കാൻ വില്യം പ്രഭു ഇപ്പോൾ ജോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നവൾ പറഞ്ഞു. ജോണി പെട്ടെന്ന് തന്നെ ആ നിർദ്ദേശം നിരസിച്ചു. അതിനാൽ പ്രുഡൻസ് അവന് മുമ്പിൽ ഒരു പന്തയം വെച്ചു. അവൾ അവനെ ഒരു ഡാർട്ട് മത്സരത്തിന് വെല്ലുവിളിച്ചു. അവൾ ജയിച്ചാൽ ജോണി കൊട്ടാരത്തിലേക്ക് മടങ്ങണം. അവർ ആവശ്യപ്പെട്ട പോലെ അവിടെ താമസിക്കുകയും വേണം. ജോണിയാണ് ജയിക്കുന്നതെങ്കിൽ അവൻ അമേരിക്കയിലേക്ക് മടങ്ങാം. ഒപ്പം അവൻ ചോദിക്കുന്ന എന്ത് കാര്യവും അവൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. വൈകാതെ മത്സരം ആരംഭിച്ചു. പക്ഷേ ജോണിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രുഡൻസ് വളരെ എളുപ്പത്തിൽ അതിൽ വിജയിച്ചു കയറി. ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി കൊള്ളിച്ച് അവൾ 3 പോയിന്റ് നേടി. അത്രയും പോയിന്റ് നേടാൻ ജോണിക്ക് സാധിച്ചതുമില്ല. ആ സമയമാണ് താൻ യഥാർത്ഥത്തിൽ ഡാർട്ട് മത്സരത്തിൽ ഒരു പ്രൊഫഷണലാണെന്ന് അവൾ പറയുന്നത്. മറ്റൊരു വഴിയൊന്നും ജോണിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. വാക്ക് കൊടുത്തതുകൊണ്ട് അത് പാലിച്ച് ജോണി അവൾക്കൊപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവന്റെ മുറി കാണിച്ചു കൊടുത്ത ശേഷം പ്രുഡൻസ് ഇരിപ്പിടത്തിൽ വിശ്രമിച്ചുകൊണ്ട് ജോണിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കാൻ ആരംഭിച്ചു. ആ സമയത്താണ് ആനി എന്ന വേലക്കാരി അങ്ങോട്ടേക്ക് വന്നത്. ജോണിയും അമ്മയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ കണ്ട് പുഞ്ചിരിക്കുന്ന പ്രുഡൻസിനെ ആനി നോക്കിക്കണ്ടു. പ്രുഡൻസിന് ജോണിയോട് പ്രണയമാണെന്ന് കരുതി ആനി അവളെ കളിയാക്കി. എന്നാൽ പ്രുഡൻസ് പെട്ടെന്ന് തന്നെ അത് നിഷേധിച്ചു. പിറ്റേന്ന് രാവിലെ പ്രുഡൻസ് ജോണിയുടെ മുറിയിൽ വരുമ്പോ വർഷങ്ങളായി കേടായി കിടന്നിരുന്ന ഒരു പഴയ ഗ്രാമഫോൺ അവൻ നന്നാക്കുന്നതാണ് കാണുന്നത്. തൊട്ടടുത്ത നിമിഷം അവൾ അവനെ സൈക്കിൾ സവാരിക്കായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പ്രഭുവിന്റെ എസ്റ്റേറ്റ് മൊത്തമായി ചുറ്റിക്കാണാൻ അവൻ അവസരം ലഭിച്ചു. ഗ്ലാസ്വിക് പ്രഭുവിന് 17,000 ഹെക്ടർ ഭൂമിയുണ്ടെന്നും അതിൽ ഭൂരിഭാഗവും കൃഷിഭൂമിയാണെന്നും ഒപ്പം ഒരു സ്വകാര്യ പ്രാർത്ഥനാലയവും ശ്മശാനവും ഉണ്ടെന്നും പ്രുഡൻസ് വിശദീകരിച്ചു കൊടുത്തു. വില്യമിന്റെ അച്ഛൻ കുടുംബസ്വത്ത് മുഴുവൻ ദൂർത്തടിച്ച് വലിയൊരു കടബാധ്യത അവശേഷിപ്പിച്ചു പോയെന്നും അതിൽ നിന്ന് കരകയറാൻ വില്യം പ്രഭു വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അവൾ അവനോട് പറഞ്ഞു. തുടർന്ന് പ്രുഡൻസ് ജോണിയെ അവിടുത്തെ ഒരു ഫാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഫിഞ്ചി എന്ന പ്രായമായ ഒരാൾ അവരെ സ്വീകരിച്ചു. ഒരു പതിറ്റാണ്ടായി ഉപയോഗിക്കാതെ കിടക്കുന്ന കേടായ ഒരു ഗ്രൈൻഡിംഗ് മെഷീനിലേക്ക് ജോണിയുടെ ശ്രദ്ധ പെട്ടെന്ന് തിരിഞ്ഞു. അവിടെ കൂട്ടിയിരിക്കുന്ന ബീട്രൂട്ടുകളെ കുറിച്ചും അവൻ ചോദിച്ചു. ഇപ്പോൾ ബീട്രൂട്ട് കൃഷി അത്ര ലാഭമല്ലെന്ന് ഫിഞ്ചി പറഞ്ഞു. വില്യം എപ്പോഴും ഉദാരമനസ്കനായ ഒരു ഭൂവുടമയായിരുന്നു എന്ന കാര്യവും അദ്ദേഹം പങ്കുവെച്ചു. അച്ഛനിൽ നിന്ന് പദവി ഏറ്റെടുത്തതു മുതൽ പ്രഭുവിന്റെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന പ്രാദേശിക കർഷകരിൽ നിന്ന് വില്യം പ്രഭു ഒരിക്കൽ പോലും പാട്ടം ഈടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ സന്ദർശനത്തിന് ശേഷം അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവിടെ വെച്ച് പ്രുഡൻസ് ജോണിയെ അവന്റെ കസിനായ അലിസ്റ്ററിന് പരിചയപ്പെടുത്തി കൊടുത്തു. വില്യമിന് നിയമപരമായ അവകാശികളില്ലെങ്കിൽ വില്യത്തിന്റെ അനന്തരാവകാശിയായി മാറേണ്ടത് ഈ അലിസ്റ്റർ ആയിരുന്നു. പാടത്തിലൂടെ നടക്കുമ്പോൾ ഗ്ലാസ്വിക് പ്രഭു സ്ഥാനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പ്രുഡൻസ് ജോണിയോട് ആവശ്യപ്പെട്ടു. ആ പദവി അലിസ്റ്ററിന്റെ കൈകളിൽ എത്തിപ്പെടാൻ പ്രുഡൻസ് ആഗ്രഹിച്ചിരുന്നില്ല. തുടർന്ന് അവൾ തന്റെ സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. അവളുടെ മാതാപിതാക്കൾ വർഷങ്ങളോളം പ്രഭുവിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത്. അവൾ വളർന്നതും അതേ കൊട്ടാരത്തിലായിരുന്നു. അവൾക്ക് 8 വയസ്സുള്ളപ്പോ ഒരു അപകടത്തിൽ അവളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു. വില്യം അവളെ ഏറ്റെടുക്കുകയും വളർത്തുകയും അവൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് അദ്ദേഹത്തോട് ആഴമായ കൃതജ്ഞതയുണ്ട്, കടപ്പാടുണ്ട്. അതിനാൽ ഈ എസ്റ്റേറ്റ് അതിന് അർഹനായ ഒരാൾക്ക്, അതായത് ജോണിയെ പോലെയുള്ള ഒരാൾക്ക് കൈമാറാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. പ്രശ്നക്കാരുടെ പക്കലെത്തിയാൽ അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടും എന്നവൾക്ക് കൃത്യമായിട്ടറിയാം.
അധികം വൈകാതെ പ്രധാനപ്പെട്ട അതിഥികൾ കൊട്ടാരത്തിലേക്ക് എത്തിത്തുടങ്ങി. അലിസ്റ്ററും അവന്റെ അമ്മയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ജോണി അമേരിക്കയിൽ ഒരു സാധാരണ പൗരനായി വളർന്നതുകൊണ്ട് അവന് പ്രഭുക്കന്മാരുടെ മര്യാദകളെക്കുറിച്ച് ഒന്നും അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കിയതുമില്ല. അലിസ്റ്ററും അവന്റെ അമ്മയും ജോണിയെ ടാർഗറ്റ് ചെയ്തു. ഒരു കുതിരസവാരി സമയത്ത് ജോണിക്ക് കുതിര ഓടിക്കാൻ അറിയില്ലെന്ന ഉറപ്പിൽ അലിസ്റ്റർ വീണ്ടും അവനെ നാണം കെടുത്താൻ ശ്രമിച്ചു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജോണി വളരെ എളുപ്പത്തിൽ കുതിരയെ നിയന്ത്രിക്കുകയും ഒരു ഘട്ടത്തിൽ അലിസ്റ്റർ താഴെ വീഴാൻ പോയപ്പോ വീഴാതെ രക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ജോണി അടുക്കളയിൽ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി അത് അവിടുത്തെ ജീവനക്കാർക്ക് നൽകി. ബീട്രൂട്ടിന്റെ കയ്പുരുചി കാരണം തനിക്കതിന്റെ ജ്യൂസ് പണ്ട് ഇഷ്ടമല്ലായിരുന്നുവെന്നും എന്നാൽ ജോണി ഉണ്ടാക്കിയ ജ്യൂസ് ഇത്രയും രുചികരമായതിൽ താൻ അത്ഭുതപ്പെടുന്നുവെന്നും ആനി പോലും പറഞ്ഞു. ബീട്രൂട്ട് രക്തയോട്ടത്തിനും ഊർജത്തിനും വളരെ നല്ലതാണെന്ന് ജോണി വിശദീകരിച്ചു. ആ സമയത്ത് പ്രുഡൻസ് അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരോടും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്നവൾ ആ ജ്യൂസ് രുചിച്ചു നോക്കി. അതവൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അന്ന് വൈകുന്നേരം പ്രഭുവിന്റെ വസതിയിൽ നടക്കുന്ന ഒരു ഔപചാരിക വിരുന്നിനായി ജോണി തയ്യാറെടുത്തു. വൈകുന്നേരത്തെ ആ ഗൗണിൽ അതീവ സുന്ദരിയായി പ്രുഡൻസ് കാണപ്പെട്ടിരുന്നു. അവളുടെ ഭംഗിയിൽ ജോണി ഒന്ന് ലയിച്ചുപോയി. അങ്ങനെ വൈകാതെ വിരുന്നാരംഭിച്ചു. വിരുന്നിന്റെ സമയത്ത് ആദ്യത്തെ വിഭവമായ ജെല്ലി ഡീൽ കഴിക്കാൻ ജോണി അല്പം ബുദ്ധിമുട്ടി. അതവന്റെ വയറിന് അല്പം അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. പ്രഭുക്കന്മാരുടെ ഭക്ഷണ മര്യാദകൾ ജോണിക്കറിയില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ അലിസ്റ്റർ ആ നിമിഷം ഉപയോഗിച്ചു. എന്നാൽ ജോണി അത് കാര്യമാക്കാതെ തമാശ രൂപേണ മറുപടി നൽകി. അത് അതിഥികളെ ചിരിപ്പിക്കുകയും ചെയ്തു. അലിസ്റ്ററിന്റെയും അവന്റെ അമ്മയുടെയും കളിയാക്കലുകൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ ജോണി തയ്യാറായിരുന്നേയില്ല. സ്വന്തം വ്യക്തിത്വത്തിൽ ഒട്ടും ഭയമില്ലാത്ത ഒരു അമേരിക്കക്കാരന്റെ ആത്മവിശ്വാസത്തോടെ അവനോരോ പരിഹാസത്തിനും തിരിച്ചടി നൽകി. ഒടുവിൽ അലിസ്റ്റർ എഴുന്നേറ്റ് നിന്ന് അടുത്ത പ്രഭുവാവാൻ പോകുന്നതിൽ തനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്ന തരത്തിൽ സംസാരിച്ചു. താനാണ് അടുത്ത അവകാശി എന്നതിൽ താൻ കൃതജ്ഞതയുള്ളവനാണ് എന്നും എടുത്തു പറഞ്ഞു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജോണി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത പ്രഭുവാകാൻ പൂർണ്ണയോഗം താനാണെന്നും താൻ ആ പദവി സ്വീകരിക്കാൻ പോവുകയാണ് എന്നും പ്രഖ്യാപിച്ചു. ആ മുറിയിൽ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിച്ചു. പ്രുഡൻസ് അതീവ സന്തുഷ്ടിയായി കാണപ്പെട്ടു. ജോണി തന്റെ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന വില്യമിനാകട്ടെ അത് വലിയൊരു ആശ്വാസമായി മാറി. ജോണി തന്റെ മകനാണെന്നും അടുത്ത ഗ്ലാസ്വിക് പ്രഭു അവനായിരിക്കുമെന്നും വില്യം അതോടെ പരസ്യപ്പെടുത്തി. കടുത്ത ദേഷ്യത്തോടെ അലിസ്റ്ററും അവന്റെ അമ്മയും പിന്നീട് വില്യമിനെ സ്വകാര്യമായി കണ്ട് ചോദ്യം ചെയ്തു. പക്ഷേ വില്യം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ജോണി തന്റെ നിയമപരമായ മകനാണെന്നും തന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ജോണിയും പ്രുഡൻസും ഒരു ബാറിലേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന ആനിക്കും മറ്റുള്ളവർക്കും ഒപ്പം ചേർന്ന് അവർ അത് ആഘോഷിക്കാൻ തുടങ്ങി. അന്ന് രാത്രി വൈകി ഉറങ്ങാൻ കഴിയാതെ ജോണി താൻ നേരത്തെ കണ്ടെത്തിയ ആ പഴയ കാറിന്റെ പണി തീർക്കാൻ ഗരേജിലേക്ക് ചെന്നു. വൈകാതെ വില്യമും അവന്റെ അടുത്തെത്തി. പ്രഭുസ്ഥാനം സ്വീകരിക്കാനുള്ള ജോണിയുടെ ആ തീരുമാനത്തെപ്പറ്റി ചോദിച്ചു. കൂട്ടത്തിൽ തനിക്ക് ഈ പദവി ലഭിച്ചപ്പോ തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയില്ലായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു. കാരണം അക്കാലത്ത് പ്രഭുവായിട്ടുള്ള ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് നിന്ന് ആ കാറിന്റെ മെക്കാനിക് ജോലി പൂർത്തിയാക്കി. ആ കാർ നന്നാക്കുന്നതിനിടയിൽ അവർ പരസ്പരം കൂടുതലെടുത്തു. പിറ്റേന്ന് പ്രുഡൻസ് ജോണിയെ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലെ പ്രഭുകുടുംബങ്ങളിലെ അവകാശികൾ ഒത്തുചേരുന്ന വരാനിരിക്കുന്ന ഒരു വലിയ നൃത്തവിരുന്നിനായി അവർ തയ്യാറെടുക്കുകയായിരുന്നു. ജോണി അതിനോട് പൊരുത്തപ്പെടണമെന്നും എസ്റ്റേറ്റിന്റെ ഭാവിക്കായി എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കണമെന്നും പ്രുഡൻസ് ആഗ്രഹിക്കുന്നുണ്ട്. നൃത്തം പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്റെ കാമുകനെ ആ നൃത്തവിരുന്നിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയാൻ ആനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. പ്രുഡൻസിന് കാര്യം മനസ്സിലായില്ലെങ്കിലും താൻ ഇവിടെ വന്നതു മുതൽ ആനിയുടെ കാമുകൻ തന്നെ സഹായിച്ചിട്ടുള്ളതുകൊണ്ടാണ് താൻ അവനെ ക്ഷണിച്ചതെന്ന് ജോണി വിശദീകരിച്ചു. വർഷങ്ങളായി അവരുടെ എസ്റ്റേറ്റ് ഫലഭൂയിഷ്ടമായി നിലനിർത്തിയ ഫിഞ്ചിയെയും മറ്റ് കർഷകരെയും കൂടി ജോണി ആ വലിയ നൃത്തവിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഈ എസ്റ്റേറ്റിൽ വളരെ കുറച്ചു കാലം മാത്രം ചിലവഴിച്ചിട്ടും ജോണി മറ്റുള്ളവരോട് കാണിക്കുന്ന ആ മനോവിശാലത പ്രുഡൻസിന്റെ മനസ്സിനെ സ്പർശിച്ചു. അവർ നൃത്തം പരിശീലിക്കുന്നതിനിടയിൽ അവർക്കിടയിലെ അന്തരീക്ഷം മാറിമറിഞ്ഞു. ജോണിയും പ്രുഡൻസും പരസ്പരം ചുംബിക്കാൻ അടുക്കുകയും ചെയ്തു. എന്നാൽ ആനിയും മറ്റ് ജീവനക്കാരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നതിനാൽ അവർ പെട്ടെന്ന് പിന്മാറി. അന്ന് രാത്രിയും ജോണി ആ പഴയ കാറിന്റെ പണി തുടർന്നു. വില്യം അവനെ സഹായിക്കുകയും ചെയ്തു. അവർ ബോൾട്ടുകൾ മുറുക്കുകയും എഞ്ചിൻ ശരിയാക്കുകയും ചെയ്യുമ്പോൾ വില്യം തന്റെ ഭൂതകാലത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ഡായിൽ നിന്ന് തനിക്ക് കത്തുകളൊന്നും ലഭിച്ചിരുന്നില്ലെന്നും തനിക്കൊരു മകനുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ അവൾക്ക് പലതവണ കത്തുകൾ അയച്ചിരുന്നെങ്കിലും മറുപടിയൊന്നും വരാതിരുന്നപ്പോ അവൾ ജീവിതവുമായി മുന്നോട്ടു പോയിരിക്കാം എന്ന് താൻ കരുതിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. തന്റെ അമ്മയ്ക്ക് വില്യമിന്റെ ഒരൊറ്റ കത്ത് പോലും കിട്ടിയിട്ടില്ല എന്ന കാര്യം ജോണി വ്യക്തമായി പറഞ്ഞു.
പറഞ്ഞു ആരോ അവർക്കിടയിൽ കളിച്ചിട്ടുണ്ടെന്നും അവരെ മനഃപൂർവ്വം അകറ്റി നിർത്തുകയായിരുന്നു എന്നും അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ജോണി വില്യമിനോട് ആവശ്യപ്പെട്ടു. വില്യം അത് സ്റ്റാർട്ട് ചെയ്തു. ഒടുവിൽ ആ പഴയ കാർ ഗർജനത്തോടെ ജീവൻ വെച്ചു വന്നു. ജോണിയുടെയും വില്യത്തിന്റെയും മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അതേസമയം അലിസ്റ്റർ രഹസ്യമായി വില്യമിന്റെ പഠനമുറിയിൽ കയറി ജോണിയുടെ ജനന സർട്ടിഫിക്കറ്റ് കണ്ടെത്തി. എന്തോ വലിയൊരു കെണിയൊരുക്കിക്കൊണ്ട് അവൻ സ്വയം പുഞ്ചിരിച്ചു. പിറ്റേന്ന് തങ്ങൾ ഒരുമിച്ച് നന്നാക്കിയ ആ പഴയ കാറിൽ ജോണി വില്യമിനെ ഒരു സവാരിക്കായി കൂട്ടിക്കൊണ്ടുപോയി. കഴുകി മിനുക്കിയതിനു ശേഷം ആ വാഹനം ഇപ്പോൾ പുത്തൻ പുതിയതുപോലെ കാണപ്പെടുന്നുണ്ടായിരുന്നു. അച്ഛനും മകനും തമ്മിൽ അടുക്കുന്നത് കണ്ട് പ്രുഡൻസും പ്രഭുവിന്റെ ബട്ട്ലറും വലിയ സന്തോഷത്തോടെ നിന്നു. അവർ ഫാമിലേക്ക് പോയി. അവിടെ ജോണി പണ്ടേ കേടായി കിടന്ന ഗ്രൈൻഡിംഗ് മെഷീൻ നന്നാക്കി ണ്ടായിരുന്നു. ഫിഞ്ചിയും മറ്റ് കർഷകരും ഇപ്പോൾ അതുപയോഗിച്ച് പുതിയ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അത് വിറ്റ് അധിക വരുമാനവും നേടുന്നു. ഇതൊക്കെ അറിഞ്ഞ വില്യം അതീവ സന്തുഷ്ടനായി. വരാനിരിക്കുന്ന നൃത്തവിരുന്നിലേക്ക് എല്ലാവരെയും ഉടൻ തന്നെ ക്ഷണിച്ചു. എന്നാൽ അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോ അലിസ്റ്ററും അവന്റെ അമ്മയും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വില്യത്തിന്റെയും ഡായുടെയും വിവാഹം റദ്ദാക്കിയതിനു ശേഷമാണ് ജോണി ജനിച്ചതെന്ന കാര്യം അവർ വെളിപ്പെടുത്തി. അതിനർത്ഥം ജോണിയൊരു നിയമവിരുദ്ധ സന്തതിയാണെന്നും നിയമപരമായി അവൻ ഈ പ്രഭുപദവി അവകാശപ്പെടാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞുവെച്ചു. വില്യമും ജോണിയും ഞെട്ടിപ്പോയി. എന്നാൽ ആ നിമിഷത്തിൽ അവർക്കൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. ജോണിയുടെ ഹൃദയം തകർന്നു. എങ്കിലും തന്റെ അച്ഛനെ അറിയാൻ ഒരവസരം ലഭിച്ചതിൽ അവനേറെ നന്ദിയുള്ളവനായി കഴിഞ്ഞിരുന്നു. ഇവിടെ തുടരുവാൻ പ്രുഡൻസ് കെഞ്ചുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കാതെ പോകാൻ തീരുമാനിച്ചു. താൻ ഒരിക്കലും ഒരു പ്രഭുവാകാനുള്ള സ്ഥാനത്തിന് അനുയോജ്യനായ ഒരാളായിരുന്നില്ല എന്ന് പറഞ്ഞ ജോണി അവിടെ നിന്ന് നടന്നകന്നു. എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ശരിയാക്കാമെന്നും പ്രുഡൻസ് പറഞ്ഞെങ്കിലും ജോണി നടന്നു നീങ്ങി. എല്ലാവരും അതിനകം തന്നെ ഈ വാർത്ത അറിഞ്ഞിരുന്നു. എപ്പോഴും പോകുന്ന ബാറിലേക്ക് ജോണി പോയി. അവരെല്ലാവരും തന്നെ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ജോണിയെ അവിടുത്തെ ജോലിക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ജോണിയില്ലാതെ കൊട്ടാരത്തിന്റെ വലിയ നൃത്തവിരുന്നിൽ പങ്കെടുക്കാൻ അവർ വിസമ്മതിച്ചു. ആനിക്കും കൊട്ടാരത്തിലെ മറ്റ് ജീവനക്കാർക്കും അതുതന്നെയായിരുന്നു മനോഭാവം. ജോണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവർ ആ ചടങ്ങിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ തന്റെ ഓഫീസിലിരുന്ന് പ്രുഡൻസ് ജോണിയുടെ ജനന സർട്ടിഫിക്കറ്റ് വീണ്ടും പരിശോധിച്ചു. അതിൽ ചെയ്തിരിക്കുന്ന കെണിയുടെ കാര്യം പ്രധാന വിശദാംശം പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു. അത് മനസ്സിലാക്കിയതും അവൾ ജോണിയെ കണ്ടെത്താനായി ഓടി. പിന്നാലെ അവൻ അരികിലെത്തി മുമ്പ് പരസ്പരം വാക്കു നൽകിയ പോലെ നൃത്തവിരുന്നിൽ പങ്കെടുക്കാൻ അവനെ നിർബന്ധിക്കുകയും ചെയ്തു. ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് വില്യം അതിഥികളെ സ്വാഗതം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഡായ് അവിടെ എത്തുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവളുടെ കൈപിടിച്ച് എല്ലാവർക്കും മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം പ്രകടമായിരുന്നു. ഒടുവിൽ ജോണി പ്രുഡൻസിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ആ നൃത്തവിരുന്നിലേക്ക് വന്നു. തങ്ങൾ സാധാരണക്കാരായി കാണുന്ന ആ ആളുകൾ ഒരു പ്രഭുക്കന്മാരുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കണ്ട് അലിസ്റ്ററും അവന്റെ അമ്മയും കടുത്ത ദേഷ്യത്തിലായി. ജനക്കൂട്ടത്തിനിടയിൽ ജോണി പെട്ടെന്ന് തന്റെ അമ്മയെ കണ്ടു. അമ്മ അവിടെ ഉണ്ടാകുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അമ്മയ്ക്കടുത്ത് ചെന്നവൻ സംസാരിച്ചു. വില്യം തനിക്ക് നേരത്തെ വിമാന ടിക്കറ്റ് അയച്ചു തന്നിരുന്നുവെന്നും ഈ നൃത്തവിരുന്നിലേക്ക് വ്യക്തിപരമായി ക്ഷണിച്ചിരുന്നുവെന്നും ഡായ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിശദീകരിച്ചു. വർഷങ്ങളായി തന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിഥികളോട് സംസാരിക്കാൻ വില്യം മുന്നോട്ട് വന്നു. തന്റെ മകൻ കാരണം വെറും ഒരാഴ്ച കൊണ്ട് തന്റെ ജീവിതം എങ്ങനെയെല്ലാം മാറിയെന്നും സന്തോഷവും പഴയ ഓർമ്മകളും എങ്ങനെ ഇരച്ചെത്തിയെന്നും ഒടുവിൽ താനുള്ളിൽ കുഴിച്ചുമൂടിയ തന്റെ സ്വന്തം വ്യക്തിത്വത്തെ വീണ്ടെടുക്കാൻ താൻ എങ്ങനെയൊക്കെയാണ് തയ്യാറായതെന്നും അദ്ദേഹം ഔദ്യോഗികമായി സംസാരിച്ചു. പിന്നാലെ ജോണി തന്റെ അടുത്ത അവകാശിയായിരിക്കുമെന്നും അടുത്ത പ്രഭു ജോണിയായിരിക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതും ഔദ്യോഗികമായി തന്നെ. പെട്ടെന്ന് ജോണി ഒരു നിയമവിരുദ്ധ സന്തതിയാണ് എന്ന് വാദിച്ച് അലിസ്റ്റർ മുന്നോട്ടേക്ക് വന്നു. എന്നാൽ പ്രുഡൻസ് അതിൽ ഇടപെട്ടു. യഥാർത്ഥ സത്യം വെളിപ്പെടുത്തി. വിവാഹം റദ്ദാക്കുന്ന രേഖകളിൽ യഥാർത്ഥത്തിൽ വില്യം ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായതുകൊണ്ട് വില്യമിനതിനെപ്പറ്റി ഓർമ്മയുമില്ല. വില്യമിന്റെ ഒപ്പ് ആരോ വ്യാജമായി ആ രേഖയിൽ ഇട്ടതാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ കൈയക്ഷരവുമായി ഒത്തുനോക്കിയാൽ അത് തെളിയിക്കാൻ സാധിക്കുമായിരുന്നു. വില്യം ഇടംകയ്യനാണ്. അതുകൊണ്ട് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ഒപ്പാണ് അദ്ദേഹത്തിന്റേത്. പ്രുഡൻസിന്റെ അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ അലിസ്റ്റർ പകച്ചുപോയി. അവൻ വാദിക്കാൻ ശ്രമിച്ചെങ്കിലും വില്യം ഉടൻ തന്നെ അവനെ പുറത്താക്കാൻ ഉത്തരവിട്ടു. നിമിഷങ്ങൾക്കകം ജോണി മുന്നോട്ട് നടന്നു വന്നു. തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. പ്രഭുവായി അവൻ സ്ഥാനമേൽക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു.
തുടർന്ന് അവൻ തന്റെ സ്വന്തം പദ്ധതികൾ പങ്കുവച്ചു. തലമുറകളായി ആ എസ്റ്റേറ്റിൽ താമസിക്കുന്ന കർഷകരുടെ സഹായത്തോടെ ഒരു ജ്യൂസ് കമ്പനി നിർമ്മിക്കാനായിരുന്നു ജോണിയുടെ പദ്ധതി. പ്രുഡൻസിനെ ജോണി നൃത്തത്തിന് ക്ഷണിച്ചു. അവർ ഒന്നിച്ച് ചുവടുവെക്കാൻ ആരംഭിച്ചു. അതിഥികളും അവർക്കൊപ്പം ചേർന്ന് നൃത്തം ചെയ്തു. നൃത്തത്തിനു ശേഷം ജോണി പ്രുഡൻസിനെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവളോടുള്ള തന്റെ പ്രണയം വെളിപ്പെടുത്തി. അവൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ആ രാത്രിയിൽ മനോഹരമായ ആകാശത്തിന് കീഴിൽ അവർ പരസ്പരം ചുംബിച്ചു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.